ഹലോ എവരിവൺ. +1 പബ്ലിക് എക്സാം 2025 കെമിസ്ട്രി എക്സാം ക്ലാസിഫിക്കേഷൻസ് ഓഫ് എലമെൻറ്റ്സ് ആണ്. ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റായി പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. പിന്നെ അത് ഷെയർ ചെയ്യാത്തവരൊന്ന് ഷെയർ ചെയ്യുക, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരും ഇതുപോലെ പഠിക്കട്ടെ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സിൽ പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യമാണ് ജൊഹാൻ ഡബ്രൈനർ ലോ ഓഫ് ട്രയാഡ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ അലക്സാണ്ടർ ന്യൂലാൻഡ് എന്താണ് കണ്ടുപിടിച്ചത്? അവിടെ കൊടുത്തിട്ടില്ലേ? അലക്സാണ്ടർ ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടീവേഴ്സ് ലോ ഓഫ് ഒക്ടീവേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പേര് മാത്രം പഠിക്കുക, ലോ ഓഫ് ട്രയാഡ്സ്, ലോ ഓഫ് ഒക്ടീവേഴ്സ്. രണ്ടാമത്തെ ചോദ്യം, സ്റ്റേറ്റ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ ആൻഡ് മോഡേൺ പീരിയോഡിക് ലോ. ഹൂ പ്രപ്പോസ് ദിസ് ലോസ്? ആരാണ് പീരിയോഡിക് ലോ? പീരിയോഡിക് ലോ രണ്ട് പീരിയോഡ്, മോഡേൺ ഉണ്ട്, ഒന്ന് മെൻഡലീവ്സിൻ്റെ ഉണ്ട്. രണ്ട് പീരിയോഡിക് ലോ പഠിക്കുക, അത് ആരാണ് കണ്ടെടുത്തത്, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ജനറൽ ഔട്ടർ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് SpDF സബ്ഷെൽസ്. SpDF സബ്ഷെല്ലുകൾക്കായിട്ട് ജനറൽ ഔട്ടർ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ജനറൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ പഠിക്കുക, അതിൻ്റെ പ്രത്യേകതകളും കൂടി പഠിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, IUPAC നെയിമിംഗ് ഓഫ് എലമെൻറ്റ്സ് ആണ്. അത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നൊരു ഭാഗമാണ് IUPAC നെയിം ചെയ്തത്. അതായത് 100 മുകളിലുള്ള അറ്റോമിക് നമ്പറുള്ള എലമെൻറ്റ്സിനെ എന്ത് ചെയ്യുന്നത്, നെയിം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് IUPAC നെയിമിംഗ് ഓഫ് എലമെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. അതിന് നമുക്കൊരു ടേബിൾ വരെ ഉണ്ട് അത് ചെയ്യാൻ. ഓക്കെ, ആ ടേബിളൊക്കെ കൃത്യമായി പഠിക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ്, കമ്പയർ ദ സൈസ് ഓഫ് എ പാരൻ്റ് ആറ്റം ആൻഡ് ഇറ്റ്സ് കാറ്റയോൺ. സൈസ്, അയണൈസേഷൻ സൈസ് അത് പഠിക്കണം. പാരൻ്റ് ആറ്റത്തിൻ്റെയും കാറ്റയോണിൻ്റെയും സൈസ് നിങ്ങൾ കമ്പയർ ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സോഡിയം പ്ലസ്, ആ കാര്യം ഒന്ന് നോക്കുക. അടുത്തത് ആറാമത്തെ ചോദ്യം, ഡിഫൈൻ അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോ ഗെയിൻ. എന്താണ് തെറ്റിയല്ലോ, ക്വസ്റ്റ്യൻ തെറ്റുണ്ടല്ലോ. ഡിഫൈൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പ്രശ്നം കേട്ടോ. ഡിഫൈൻ അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോ നെഗറ്റീവ്. നോക്കട്ടെ, ക്വസ്റ്റ്യൻ തെറ്റുണ്ട്, ആ ക്വസ്റ്റ്യൻ എടുക്കുക. ഏഴാമത്തെ ചോദ്യം നോക്കുക. കിട്ടി. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ അയണൈസേഷൻ എൻതാൽപ്പി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താണ് ഇലക്ട്രോ ഗെയിൻ എൻതാൽപ്പി എന്താണെന്ന് പറയണം. പിന്നെന്താണ് ചോദിച്ചിട്ടുള്ളത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഈ മൂന്ന് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ അറിയണം. എന്തൊക്കെയാണ്? ഒന്ന്, ഈ അയണൈസേഷൻ എൻതാൽപ്പി എന്താണെന്ന് അറിയണം, ഡിഫൈൻ ചെയ്യാൻ അറിയണം. പിന്നെ ഇലക്ട്രോ ഗെയിൻ എൻതാൽപ്പി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ അറിയണം. മൂന്നാമത്തത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ അറിയണം. ആൻഡ് അവിടെ ഒരു ക്വസ്റ്റ്യനും കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്സിജൻ ഹാസ് ലോവർ അയണൈസേഷൻ എൻതാൽപ്പി ദെൻ നൈട്രജൻ. എന്താണ്? ഓക്സിജനിൽ ലോവർ അയണൈസേഷൻ എൻതാൽപ്പിയാണ്. എന്തിനെ അപേക്ഷിച്ച്? നൈട്രജനെ അപേക്ഷിച്ച്. എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ചോദ്യം, വൈ ക്ലോറിൻ ഹാസ് ഹൈ നെഗറ്റീവ് ഇലക്ട്രോ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ദാൻ ഫ്ലോറിൻ. ഓൾസോ സൾഫർ ഹാസ് ഹൈ നെഗറ്റീവ് ഇലക്ട്രോ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ദാൻ ഓക്സിജൻ. ദാനാണ് കേട്ടോ, ദെന്നല്ല. അത് ടൈപ്പ് ചെയ്യുന്നിടത്തുള്ള പ്രശ്നം, ക്ഷമിക്കുക എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യന്, അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് നോക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ചോദ്യം, വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽസ്. നമുക്ക് ഒരു 3 സ്കെയിൽസ് പഠിക്കുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽസ് അളക്കാൻ, ഇലക്ട്രോ നെഗറ്റിവിറ്റി അളക്കാൻ. ആ 3 സ്കെയിൽസ് പഠിച്ചു പോകുക, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ ഒന്ന് പഠിക്കാൻ. ഈ കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ചോദിക്കാവുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മാർക്ക് കിട്ടും, സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ ഇനിയും ഒരുപാടുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കാതെയാണ് പോകുന്നത്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഒക്കെ ഈ ചാപ്റ്ററിലാണ് വരുന്നത്. അപ്പോൾ ഈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് നമ്മൾ മോഡലിന് ചോദിച്ചതുകൊണ്ട് ഇപ്രാവശ്യം വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സോ ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. എല്ലാവരും നന്നായി പഠിക്കുക. ദെൻ താങ്ക് യു.